കോഴിക്കോട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയെന്ന് BJP. വെള്ളക്കെട്ടാൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് ഭക്ഷണമോ മരുന്നോ എത്തിച്ചില്ലെന്ന് വിമർശനം. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ജനം ടിവിയോട് പ്രതികരിച്ചു. കേരളം മറ്റൊരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് മഴക്കെടുതി ആയിക്കോട്ടെ, മറ്റെന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അതിലൊക്കെ സജീവമായി ഇടപെടൽ നടത്തുന്നത്, അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടൽ നടത്തുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. ഈ കഴിഞ്ഞ ദിവസവും അങ്ങ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ വലിയ രീതിയിൽ ആ വീഡിയോ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അവിടെ എത്തുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഒന്ന്, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. ആത്യന്തികമായിട്ട് നാടിനു വേണ്ടി ജീവിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ കോഴിക്കോട് ഓഫീസിലിരുന്ന് എവിടെയൊക്കെയാണ് ഏറ്റവും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ട് ഒരു BJPയുടെ ഒരു റെസ്ക്യൂ ടീം ഇവിടെ സർവ്വസന്നാഹവുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേങ്ങേരി കണ്ണാടിക്കൽ ഭാഗത്ത് 1ാം ഘട്ട രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ടും ജനങ്ങൾ ദുരിതത്തിലായി അകപ്പെട്ടു എന്നറിയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ ദുരിതത്തിലേർപ്പെടുമ്പോൾ നമ്മുടെ ജീവനല്ല അവിടെ പ്രസക്തി, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നീന്തി കടക്കേണ്ടി വന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കഴുത്തറ്റം വെള്ളമായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സഹജീവികളുടെ കണ്ണീരൊപ്പുക എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ലക്ഷ്യപൂർത്തീകരണമാണ് BJPയുടെ ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അഭിമാനത്തോട് പറയുന്നു, പല വീടുകളിലും ഭക്ഷണമില്ലായിരുന്നു. 2 ദിവസമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഒരു നേരത്തെ ആഹാരത്തിന് തയ്യാറാക്കാനില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ചില വീടുകളിൽ വെളിച്ചമില്ലായിരുന്നു, മെഴുകുതിരികൾ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത്, ഒരു വീട്ടിൽ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ളൊരു രോഗി, നമ്മളവരെ ഈ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയപ്പോൾ മെഡിസിൻ ഒന്നും കയ്യിലില്ല. ആ മെഡിസിൻ വരെ ഞങ്ങൾക്ക് അർദ്ധരാത്രി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതൊക്കെ തോന്നുമ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള മാനവ സേവ, മാധവ സേവ എന്നുള്ള ഞങ്ങളുടെ ഒരു വലിയൊരു ആശയത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അത് ഞങ്ങളുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞതാണ്. അതൊരു കാലത്തും മാറില്ല. എവിടെ പ്രതിസന്ധി ഉണ്ടെങ്കിലും സ്വന്തം ജീവൻ നോക്കാതെ ഞങ്ങളത് ചെയ്യും, പൂർത്തീകരിക്കും. ഈ നമ്മൾ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പലരും പറയുന്നുണ്ട്, ഈ രക്ഷ അല്ലെങ്കിൽ ഈ ദുരന്ത മുഖത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഏകോപനത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം തന്നെ ഞാൻ കുറ്റപ്പെടുത്തേണ്ട ഒരു സമയമല്ല, പക്ഷേ ചിലതൊക്കെ പറഞ്ഞു പോകും. അതായത് രാത്രി ഞങ്ങൾ 11:30 മണിക്ക് വേങ്ങേരി ഭാഗത്ത് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി ഫയർ സർവീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളടുത്ത് ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, അത് ഇപ്പോൾ കക്കോടിയിലാണുള്ളത്, പെട്ടെന്ന് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട്. കാരണം 1-2 ദിവസമായി തുടരുന്ന ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പോലും പക്വതയിലും പാകത്തിലും നമ്മുടെ സംവിധാനം ഇല്ല എന്നുള്ളത്. മറ്റ് ചില ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ തന്നെ പുറമേ നിന്ന് വരെ ചില ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഇന്ന് ഞങ്ങൾ പറയുന്നില്ല, കാരണം ഇത് പറയേണ്ട ഒരു വേദിയുണ്ട്, അവിടെ ഞങ്ങൾ പറയും. കാരണം ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൊരു വിവാദം ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ വലിയ പരാജയം ഏകോപനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രളയങ്ങളെ അപേക്ഷിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തതയോടുകൂടി നമുക്കത് കാണാനും സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, പല സ്ഥലങ്ങളിലും ഇത് സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമാണെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ കൊല്ലവും ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് വീടുകാർ ഇങ്ങനെ മാറി താമസിക്കേണ്ട ഒരു ദുരാവസ്ഥയിൽ നിന്ന് പരിഹാരം കാണേണ്ടത് ആരാ? സർക്കാരല്ലേ. ഇതിനെന്താ സംവിധാനം? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ, ഏത് സർക്കാരാകട്ടെ, അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ്. അത് നിർവഹിക്കാൻ ഒരു കൊല്ലം സാധിക്കാതെ പോട്ടെ, 2 കൊല്ലം സാധിക്കാതെ പോട്ടെ, ഇത് എല്ലാ കൊല്ലവും ഇത് വരും എന്ന് കാണുമ്പോൾ അതിനൊരു പ്രിക്വേഷണറി മെഷീനറി ഉള്ളത് ഒന്നുമില്ല. ഇപ്പോൾ മണൽ വാരൽ നടക്കുന്നില്ല, അതേപോലെ തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നില്ല. ഇതൊക്കെ ഓരോ സ്ഥലത്തും
എന്താണ് വെള്ളപ്പൊക്കത്തിൻ്റെ കാരണമെന്ന് കണ്ടെത്തി അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം സർക്കാരിനോട് കൃത്യമായിട്ട് ആവശ്യപ്പെടും. പൂനൂർ പുഴയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസരത്തുള്ള നിവാസികളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. അതിനൊരു കയ്യേറ്റം നടക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ അതിൻ്റെ ഇപ്പോൾ വലിയൊരു പുഴ, പൂനൂർ പുഴയുടെ വീതി ഇപ്പോൾ പകുതിയായി കുറഞ്ഞിരിക്കുന്നു. ആരായി കയ്യേറ്റ മാഫിയകൾ? അങ്ങനെ ഇതൊക്കെ തന്നെ എന്താണോ പരിഹാരം? ഇനി അടുത്തൊരു വർഷം ഈ ജനങ്ങൾക്ക് വീട് വിട്ടിറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇന്നലെ ഒരാൾ പറഞ്ഞൊരു കല്യാണം മുടങ്ങിപ്പോയി. കാരണം കഴിഞ്ഞ ഇന്നലെയാണെന്ന് തോന്നുന്നു അവിടെ ഒരു നിശ്ചയം, കല്യാണ നിശ്ചയമായിരുന്നു. അവർ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ പന്തലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും എല്ലാ കൊല്ലവും ഇങ്ങനെ വെള്ളപ്പൊക്ക ദുരിതമുള്ള സ്ഥലത്ത് ആരാണ് ഇങ്ങനെ വരുന്നത്? എല്ലാ വിധത്തിലും ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളെ ജീവൻ കൊടുത്താലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും നിലനിർത്താനും പ്രൊട്ടക്റ്റ് ചെയ്യാനും BJPയുടെ പ്രവർത്തകർ തയ്യാറാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ 2 ദിവസം വീടിൽ പോകാതെ സജീവമായിട്ട് ഫീൽഡിലുണ്ടായിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.